ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്ന് കുറ്റപത്രം സമർപ്പിക്കുമെന്ന് 29-ന് മുൻപ് അറിയിക്കണമെന്ന് ഹൈക്കോടതി. 2025-ലെ ദ്വാരപാലക കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ പങ്കാളിത്തമടക്കം വ്യക്തമാകുന്നതാകണം സമഗ്ര റിപ്പോർട്ട്. അന്വേഷണം അനിശ്ചിതമായി നീണ്ടുപോകരുതെന്നും ഉത്തരവ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് 24-ന്. വിഷ്ണു സുരേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ക്രിസ്റ്റീന, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്ന തീയതി അത് അറിയിക്കണമെന്നാണ് ഇപ്പോൾ കോടതി SITക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട പല കോണിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനി ഇങ്ങനെ നീണ്ടുപോകരുത്, അനിശ്ചിത കാലത്തേക്ക് നീണ്ടുപോകരുത്, വിത്തിൻ എ ടൈം സ്പാൻ അല്ലെങ്കിൽ ഒരു സർട്ടൻ പീരീഡ് ഓഫ് സമയത്ത് തന്നെ നിങ്ങൾ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഒരുപാട് രേഖകൾ പരിശോധിക്കണമെന്നറിയാം. അന്വേഷണത്തിന്റെ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട് ബോധ്യം കോടതിക്കുണ്ട്. പക്ഷേ അതൊന്നും ഈ അന്വേഷണം കൃത്യമായ അല്ലെങ്കിൽ കാലത്തിന് അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കുന്നതിനെ ഒരു കണക്കാക്കരുത്, അല്ലെങ്കിൽ അത്തരം ഒരു ന്യായീകരണമായി വരരുത്, അല്ലെങ്കിൽ അത് ന്യായീകരണത്തിലേക്ക് പോകരുത് എന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മാസം 29-ാം തീയതി അറിയാനാകും എപ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നതെന്ന കാര്യം SIT അറിയിക്കും. 2025-ൽ ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര റിപ്പോർട്ടും ഇത് 29-ാം തീയതി അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് ചില തെളിവുകളൊക്കെ ഇതിനോടകം തന്നെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട്, ദേവസ്വം ജീവനക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് ആരൊക്കെയാണ് ഈ പ്രക്രിയയിൽ പങ്കെടുത്തത്, അത് കൊണ്ടുപോയ ആളുകൾ, അതോടൊപ്പം തന്നെ അവരുടെ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ വിവരങ്ങളൊക്കെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തൊരു സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 7 മാസമായി SIT അന്വേഷണം ആരംഭിച്ചിട്ട്, പക്ഷേ ഇപ്പോഴും അന്തിമ റിപ്പോർട്ട് എന്തുകൊണ്ടില്ല എന്ന ചോദ്യം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അടക്കം വന്നിരുന്നു. അന്വേഷണം തൃപ്തികരമല്ല എന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ വിമർശനം വന്നിരുന്നു. അങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് കോടതിയുടെ വളരെ നിർണായകമായ ഇടപെടൽ. 29-ാം തീയതി SITക്ക് എപ്പോഴാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നതെന്ന കാര്യം കോടതിയെ അറിയിക്കേണ്ടി വരും. കൊല്ലം വിജിലൻസ് കോടതിയിലായിരിക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിൽ ഇനിയിപ്പോൾ വളരെ ചുരുക്കം സമയം മാത്രമാണ് ഉള്ളത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.